രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 1-ാം അധ്യായം. ആഹാബ് മരിച്ച ശേഷം മോവാബ്യർ ഇസ്രായേലിനോട് മത്സരിച്ചു. അഹസ്യാവ് ശമരിയിലെ തന്റെ മാളികയുടെ കിളിവാതിൽ കൂടി വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോണിലെ ദേവനായ ബാൽ സെബൂബിനോട് ചെന്ന് ചോദിപ്പിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ തിശ്ബിനായ ഏലിയാവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമരിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോണിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ ഏലിയാവ് പോയി. ദൂതന്മാർ മടങ്ങി വന്നാറെ അവൻ അവരോട്, നിങ്ങൾ മടങ്ങി വന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, ഒരാൾ ഞങ്ങളെ എതിരേറ്റു വന്ന് ഞങ്ങളോട്, നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന്, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ അയക്കുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവരോട് പറവിൻ എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളെ എതിരേറ്റു വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബിനായ ഏലിയാവ് തന്നെയെന്ന് അവൻ പറഞ്ഞു. പിന്നെ രാജാവ് 50 പേർക്ക് അധിപതിയായ ഒരുവനെ അവന്റെ 50 ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവനൊരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു. അവൻ അവനോട്, ദൈവപുരുഷ, ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ 50 പേർക്ക് അധിപതിയായ മറ്റൊരുത്തനെയും അവന്റെ 50 ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവനും അവനോട്, ദൈവപുരുഷ, വേഗത്തിൽ ഇറങ്ങി വരുവേൻ, രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. മൂന്നാമതും അവൻ 50 പേർക്ക് അധിപതിയായ ഒരുത്തനെയും അവന്റെ 50 ആളെയും അയച്ചു. ഈ മൂന്നാമത്തെ 50 പേർക്ക് അധിപതിയായവൻ ചെന്ന് ഏലിയാവിന് മുമ്പിൽ മുട്ടുകുത്തി അവനോട്, ദൈവപുരുഷനായുള്ളവരെ, എന്റെ പ്രാണനെയും നിന്റെ ദാസന്മാരായ ഈ 50 ആളുകളുടെ പ്രാണനെയും ആദരിക്കണമേ. ആകാശത്തുനിന്ന് തീ ഇറങ്ങി 50 പേർക്ക് അധിപന്മാരായ മുമ്പിലത്തെ 2 പേരെയും അവരുടെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞതുമല്ലോ. എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമേ എന്നപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവോട്, ഇവനോട് കൂടെ പോക, അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോട് കൂടെ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോണിലെ ദേവനായ ബെൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും. ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി. അവന് മകനില്ലായകൊണ്ട് അവന് പകരം യഹോരാം യഹൂദ രാജാവായ യഹോഷാഫാത്തിന്റെ മകനായ യഹോരാമിന്റെ 2-ാം ആണ്ടിൽ രാജാവായി. അഹസ്യാവ് ചെയ്ത മറ്റു വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്നു അവനോട്,
യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാങ്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്ന് അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അതങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരയണം, ചോദിച്ചോൾക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശങ്ങളും വന്നു അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രയേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ചു 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങി ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റു ചെന്നു. അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അവർ അവനോട്, ഇതാ, അടിയങ്ങളോടുകൂടെ 50 ബലശാലികൾ ഉണ്ട്. അവർ ചെന്ന് നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ. പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു. അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ, എന്നാൽ അയച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല. അവൻ യെരിഹോവിൽ പാർത്തിരുന്നത് കൊണ്ട് അവർ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ അവരോട്, പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരുപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകനും ആകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിലുപ്പ് ഇടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവനും അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിലുപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. പിന്നെ അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട്, മൊട്ടത്തലയ കയറി വരിക, മൊട്ടത്തലയ കയറി വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവനെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീഴ്ക്കളഞ്ഞു. അവൻ അവിടം വിട്ട് കർമ്മേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്ന് ശമരിയിലേക്ക് മടങ്ങിപ്പോന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം. യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ 18-ാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ശമരിയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തന്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ലതാനും. തന്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. മോവാബ് രാജാവായ മേശായിക്ക് അനവധി ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിന്റെ രാജാവിന് 1,00,000 കുഞ്ഞാടുകളെയും 1,00,000 ആട്ടുകൊറ്റന്മാരുടെ രോമം കൊടുത്തുവിട്ടു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യഹോരാം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെ ഒക്കെയും എണ്ണി നോക്കി. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബിനോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശഫാത്തിനോട് ആളയച്ച് ചോദിപ്പിച്ചു. അതിനവൻ, ഞാൻ പോരാം, നീയും ഞാനും എൻ്റെ ജനവും നിന്റെ ജനവും
എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏതു വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന് ഏതോം മരുഭൂമി വഴിയായി തന്നെ എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവ് യഹൂദ രാജാവും ഏതോ രാജാവുമായി പുറപ്പെട്ടു. അവൻ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രയേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്ത്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രയേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിന്റെ മകൻ എലീഷ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവും യഹോശഫാത്തും ഏദോം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. എലീഷ ഇസ്രയേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചൊല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രയേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, ഞാൻ സേവിച്ചു നൽകുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെയെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെയും കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് മോവാബ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുള്ളവരുമായവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്ന് നിന്നു. രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങൾക്ക് നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബ്യരെ കൊള്ളയ്ക്ക് വരുവിൻ എന്നവർ പറഞ്ഞു. അവർ ഇസ്രയേൽ പാളയത്തിങ്കൽ എത്തിയപ്പോൾ ഇസ്രയേലിൽ എഴുന്നേറ്റു മോവാബ്യരെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബ്യരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പട്ടണങ്ങളെ അവർ ഇടിച്ചു. നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരുറവുകളെല്ലാം അടച്ചു. നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കീർഹരത്തിൽ മാത്രം അവർ അതിൻ്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടേച്ചു. എന്നാൽ കവിണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് എഴുന്നേറ്റ് ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രയേലിയുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോന്നു.